ഞാനിന്ന് മഞ്ജു വാര്യരുടെ ബ്രദർ മധു വാര്യരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് പുള്ളി വിളിക്കുന്നത്. അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് എന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ. അത് ചെയ്തിരിക്കുന്നത് ഈ മാഫിയയുടെ പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന പരാന്നജീവികളിൽ ഒരാളാണ്. അയാളിങ്ങനെ ചോദിക്കുന്നു, ഈ മഞ്ജു വാര്യരുടെ ബ്രദറിനും മദറിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇയാൾ എന്തിന് ഇടപെടുന്നു? ഞാനായിരുന്നു അവരുടെ ബ്രദറെങ്കിൽ ഞാൻ അവിടെ പോയി ഇവനെ അടിച്ച് പറിച്ചേനെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മധു വാര്യരുടെ കാര്യം പറയേണ്ടതുണ്ട്. കാരണം ഈ വിഷയം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ, മഞ്ജു വാര്യർ ഒരു മാഫിയയുടെ പിടിയിലാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ആദ്യം വിളിച്ചറിയിക്കുന്നത് ഈ മധു വാര്യരെയാണ്. മധു വാര്യരോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ബ്ലോക്കായി, ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ ഫോണിൽ സംസാരിക്കരുത്, നേരിട്ട് പോയി കണ്ടു തന്നെ ചോദിക്കണം, കാരണം ഫോണിൽ സംസാരിച്ചാൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ വളരെ അനുഭാവത്തോടെ തന്നെ അത് കേട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പുള്ളി പറയുന്നു, നിങ്ങളെന്താണ് പറയുന്നത്? നിങ്ങൾ അങ്ങനെയൊന്നുമില്ല, അവരങ്ങനെയൊന്നുമില്ല, ഇതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾ ഫോണിൽ തന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അതിൻ്റെ സീരിയസ്നെസ് വളരെ കൃത്യമായിട്ട് പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് വളരെ ഷൗട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നതെന്നാണ്. അതിനുശേഷം പിന്നെ പുള്ളിയായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ സംസാരിച്ചു, അത് ഞാൻ പറയാം. പിന്നെ അതിനുശേഷം എൻ്റെ അറസ്റ്റ് നടന്നു. പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയി. അതിനുശേഷം അമേരിക്കയിൽ വെച്ചിട്ട് ഞാനും മഞ്ജു വാര്യരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇവർ അമേരിക്കയിൽ വരും, നമ്മൾ ഒന്നിച്ച് താമസിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ ഓരോ ദിവസം കഴിയുന്നവരും എനിക്കുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നു. ഇവർ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ആദ്യം ഒരു വിൽ പവർ വേണം ഒരു കാര്യത്തിന്. അതില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പാട്ടിനെ വിട്ടണം, നിങ്ങളെ പാട്ടിന് പോകണം. എനിക്കെതിരെയുള്ള കേസ് എന്താണ്? നിങ്ങൾക്ക് എനിക്കെതിരെ ശരിയുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി തെളിവ് കൊടുക്കണം. അതല്ലെങ്കിൽ എന്നെ അതിനകത്ത് നിന്ന് എക്സോണറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവർക്കിത് രണ്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പം ഞാൻ മധു വാര്യരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇതൊന്ന് സോൾവ് ചെയ്യണം. ഞാൻ അന്ന് ഇവരുമായിട്ട് സംസാരിക്കുന്ന കാര്യം, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യമൊന്നും ഇയാളോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇതൊന്ന് സോൾവ് ചെയ്യണം, നിങ്ങൾ ഇടപെടണം. ഇതിനകത്ത് അവർ സത്യസന്ധമായിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ തെളിവ് കൊടുക്കാൻ പറയണം. അതല്ല എങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ പുള്ളി ഫോൺ എടുത്തിട്ടില്ല. ഞാൻ പലതവണ വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഇപ്പോഴും അയാൾ ഫോണിൽ അവൈലബിൾ ആണ്, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഫോണിലും വാട്സപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാനൊന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ 5 വർഷമായിട്ട് പറയുന്നു, ഇങ്ങനൊരു സ്ത്രീ ഇവരുമായിട്ട് ഞാൻ ഒരു ബന്ധത്തിലാണ്, ഇവരെന്നോട് ഇത്ര കാലം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ലൈഫിന് ത്രെട്ടുണ്ട്, ഇവരുടെയും ഇവരുടെ മകളുടെയും ഇവരുടെ ഫാമിലിയുടെയും ലൈഫിന് ത്രെട്ടുണ്ട് എന്ന് പറയുകയും, ഇവരുടെ ഫാമിലിയിൽ ഇവർക്കൊരു ബ്രദർ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളാണ് അവരുടെ ബ്രദർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഇടപെടുമല്ലേ? എന്താ ഇതിൽ ഇഷ്യൂ എന്ന് ചോദിക്കും. ഒന്നുകിൽ എന്നെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എന്നെ വന്ന് കാണും. ചിലപ്പോൾ ഞാൻ മോശക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 തല്ല് വരെ വന്നു വരും. ഇയാൾ പക്ഷെ എന്താ ചെയ്യുന്നത്? ഞാൻ മഞ്ജു വാര്യരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കട്ടെ? എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പർ പണ്ടവർ തന്നത് തന്നെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത്, കാര്യമില്ല, വിളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെടുക്കില്ല, ഫോൺ എടുക്കില്ല. ശരിയാണ്, അവരുടെ അമ്മ ഫോൺ കൊടുക്കില്ല, വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇയാളെ ഈ മധു വാര്യർ ഇത് തന്നെയാണ്. ഇപ്പോൾ ഫോൺ എടുക്കാറില്ല. ഈ വിഷയങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ 6 മാസത്തിലൊരിക്കൽ ഈ വിഷയം വീണ്ടും സൊസൈറ്റിയിൽ ലൈവാക്കി കൊണ്ടുവരും. ഞാൻ പറഞ്ഞത് ഇത് ആരംഭിച്ചപ്പോൾ പറഞ്ഞത് മുതൽ ഇന്നേ നിമിഷം വരെ ഇതേ കാര്യം തന്നെ പറയുന്നു. ഈ സ്ത്രീ ഒരു മാഫിയ തടവിലാണ്, ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങളെ കാണാൻ അനുവദിക്കാതിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രദർ എന്നുള്ള നിലയിൽ ഇയാൾ ഇടപെടേണ്ടതല്ലേ? നിങ്ങളാണെങ്കിൽ ചെയ്യില്ലേ? ഇയാൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ചെയ്യാത്തത്? ഒന്നുകിൽ ഇയാളും ബ്ലാക്ക് മെയിൽഡ് ആയിരിക്കും.
ഇയാൾക്കും ഭയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇയാൾ ഈ കോക്കസിൻ്റെ ഭാഗമായിരിക്കും. ഇയാളും വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, ഇവൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാശ് കിട്ടുമല്ലോ, ഇവരുടെ സ്വത്തിൻ്റെ ഭാഗം എനിക്ക് കിട്ടാം, അങ്ങനെ ആയിരിക്കും. അതല്ലെങ്കിൽ ഇയാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇവൾ മരിക്കും, അല്ലെങ്കിൽ ഇവർ ഇത് സോൾവ് ചെയ്യും, എന്തായാലും നമ്മളതിനകത്ത് ഇടപെടേണ്ട, നമ്മുടെ കാര്യം നമ്മൾ സുഖമായിട്ട് ജീവിച്ചു പോകും. ഈ 3 കാര്യത്തിലൊന്നായിരിക്കുമല്ലോ. ഇത് ഇയാൾ ചെയ്യുന്നത് ശരിയാണോ? മധുവാര്യർ ഇവരുടെ ബ്രദറാണ്. ബ്രദർ എന്നുള്ള നിലയ്ക്ക് അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവർ സ്വതന്ത്രയായ ഒരു സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു ഏകോദര സഹോദരങ്ങളായതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഞാൻ പറയുന്ന കാര്യത്തെ പിന്താങ്ങുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇയാളിത് അറിയുന്നില്ലേ? ഇയാൾക്കത് അറിയാൻ പറ്റാത്തതുകൊണ്ടാണോ? അതൊന്നുമല്ല. ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടും ഒക്കെ ഞാൻ ഇയാളോട് സംസാരം അങ്ങ് ഒഴിവാക്കി. സത്യത്തിൽ ഞാൻ വിളിക്കാറേ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഇതേപ്പറ്റി എഴുതുന്ന ഓരോ കാര്യങ്ങളും ഇയാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുക്കും, ചിലപ്പോൾ വോയിസ് മെസ്സേജ് ഇടും. ഇന്ന് ഞാൻ ഇയാളെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്, സമൂഹത്തിൽ ഇത് ചർച്ചയായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഇടപെടാം, എന്ത് തരത്തിലാണെങ്കിലും. ഇപ്പം മാഫിയയുടെ ഭീഷണി ഭയങ്കര ശക്തമാണെങ്കിൽ പോലും ഈ സൊസൈറ്റി ഉണർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, സർക്കാർ മാറിയ ഈ സാഹചര്യത്തിൽ, മാഫിയയ്ക്ക് അതിൻ്റെ ഗ്രിപ്പ് കുറച്ച് കുറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇയാൾ ഇടപെട്ടാൽ ഇയാൾ പറയുകയാണ് സനൽ പറയുന്നത് ശരിയാണെന്നോ, അല്ലെങ്കിൽ സനൽ പറയുന്നത് തെറ്റാന്ന് പറയട്ടെ, സനൽ ശരിയല്ല, ഞാൻ അവരോട് വിളിച്ച് സംസാരിക്കാം. മഞ്ജു വാര്യരെ വിളിച്ചിട്ട് ഇയാളും ചെന്നിരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയ പോരെ? മഞ്ജു വാര്യർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മഞ്ജു വാര്യർ പറയട്ടെ, ഇല്ലേ? അതല്ല ശരി. ഇപ്പോൾ ഇയാൾ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്? ഇത് ആലോചിച്ചിട്ട് ഞാൻ ഇയാളെ വിളിച്ചു. ഇയാൾ പതിവ് പോലെ ഫോൺ എടുത്തില്ല. ഞാനിപ്പോൾ ഇയാൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. ഹലോ മധു, ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചിരുന്നു. ഞാൻ കുറെ ദിവസമായിട്ടൊരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയാം നന്നായിട്ട്. ഞാനൊരു പത്രസമ്മേളനം നടത്തിയതും അത് സുരേഷ് ഗോപി വരെ കണ്ട് ഫെഫ്കയിൽ ഇടപെടാൻ അദ്ദേഹം അയച്ചു കൊടുത്തതൊക്കെ എല്ലാവർക്കും അറിയാം, പരസ്യമായിട്ട് അറിയാം. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്താണ് ഏതോ ഒരു കോമാളി അയാൾ എന്നെ മഹാമോശമായിട്ട് പറഞ്ഞുകൊണ്ടും നിങ്ങളെയും ഇത്തിരി മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പണ്ട് നിങ്ങളെ വിളിച്ചിട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നോട്. ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ നിങ്ങളുടെ സിസ്റ്റർ അല്ലേ, നിങ്ങളുടെ സിസ്റ്ററുടെ കാര്യം ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് പ്രശ്നമുണ്ടോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്നെ 2 തെറിയെങ്കിലും വിളിക്കണേ. കുറച്ചൊരു നാണം വേണ്ടേ? ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ, നിങ്ങൾ ഒരു തരം ഈ സ്കാവഞ്ചർ മനോഭാവമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറെ കാശ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭാവനയിലിരിക്കുന്ന ആളാണോ നിങ്ങളെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മാഫിയെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണെന്നാണ്. പക്ഷെ ഇപ്പോ സർക്കാർ മാറി, ഇത്രയും ആളുകൾ ഇതേപ്പറ്റി വളരെയധികം ബോധേഡാണ്. ആളുകൾ ഇതേപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പം നിൽക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. വളരെ തമാശയാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നഖം നനയാതെ മത്ത എടുക്കാവുന്നോ? ഞാൻ ആത്മാഹുതി ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരും ഒരു പ്രശ്നമില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം, അങ്ങനെയാണോ? അതോ ഇനി അവൾ എങ്ങനെയെങ്കിലും മരിക്കട്ടെ, എനിക്ക് അതിന്റെ അംശം കിട്ടുമല്ലോ, അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ മനോഭാവം എന്ന് എനിക്ക് മനസ്സിലാവും. അത്ര ഭീരുത്വമാണോ? നിങ്ങൾ അത്ര ഭീരുവാണോ? നിങ്ങളൊരു ആണല്ലേ കുറഞ്ഞ പക്ഷം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ശബ്ദം ഉയർത്തേണ്ടതല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും ഇത് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. ഞാൻ നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് പ്ലീസ്, ദയവേത്. അപ്പോൾ ഇതാണ് ആ മെസ്സേജ്. അയാളത് കേട്ടിട്ടുണ്ടാവും. മറുപടിയില്ല. ഞാൻ അയാളെ വീണ്ടും വിളിച്ചു.
ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ ഈ വിഷയങ്ങൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇയാൾ ഒരു വീട്ടുതടങ്കലിലായിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം, എന്നെ ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ അമ്മയ്ക്ക് വളരെ വിശദമായിട്ടൊരു ലെറ്റർ എഴുതി. ഞാൻ നിങ്ങളുടെ മകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനൊന്നും പോകുന്നതല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പറയാൻ പോയതാണ്, നിങ്ങളത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ കത്ത് പുള്ള് പോസ്റ്റ് ഓഫീസിൽ പോയി 15 ദിവസം കിടന്നു, മുന്നോട്ട് പോയില്ല. ആ ലെറ്റർ ഡെലിവറി ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ പലതവണ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതികൾ കൊടുത്തിട്ടാണ് ഈ കത്ത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഇവരുടെ ഫാമിലിയിലെ സർവൈലൻസ്. ഞാനിത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, മഞ്ജു വാര്യർക്ക് ബ്രദറില്ലേ, മദറില്ലേ, നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്നാണ്. ഈ ബ്രദറിൻ്റെയും മദറിൻ്റെയും അവസ്ഥയാണ് ഞാൻ ഇത്. ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും എനിക്കെതിരെ വളരെ മോശമായിട്ട് ബ്ലാസ്റ്റ് ചെയ്യും അല്ലേ? ഫോൺ എടുത്തിട്ട് തെറി പറയും അല്ലേ? അല്ലെങ്കിൽ എന്നെ വന്ന് നല്ല തല്ല് തരും, അതല്ലേ? പക്ഷേ ഇയാൾ മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊന്നുമില്ല, ഇയാൾക്ക് ഭയമാണ്, അതല്ലെങ്കിൽ ഇയാളൊരു സ്കാവഞ്ചറാണ്. ഇത് രണ്ടായാലും പുറത്തു വരണം. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഈ ഫാമിലി എങ്ങനെ ജീവിക്കും? സൊസൈറ്റിക്ക് അപമാനമല്ലേ അത്? ഇത് പറയണ്ടേ? ഇതാരും മിണ്ടണ്ടേ? അപ്പോൾ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ആരും മിണ്ടാത്ത, അവരുടെ സ്വന്തം ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പോലും മിണ്ടാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അവരെന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് പറയണ്ടേ, പരസ്യമായിട്ട് പറയണ്ടേ ഈ സനൽ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? എന്തിനു പറയുന്നു എന്നാണ് ചോദിക്കുന്നത്.